ഗർഭകാലത്തിന്റെ 8ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിനുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിന്റെ സൈസ്, അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം നമുക്ക് അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 8ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഏകദേശം 2 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതായത് ഈ ഒരു ടൈമിൽ നമ്മുടെ 2ാമത്തെ പീരീഡ് മിസ്സായിട്ടുണ്ടാവും. യൂട്രസ് ഈ ഒരു ടൈമിൽ വലുതാകുന്നത് കൊണ്ട് തന്നെ പലർക്കും ബാക്ക് പെയിൻ കൂടുതലായിരിക്കും. അതുപോലെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. യൂട്രസ് വലുതാകുന്നതിനനുസരിച്ച് ബ്ലാഡറിൽ പ്രഷർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടുന്നത്. അതുപോലെ ചിലർക്ക് വയറുവേദന കൂടുതലായിരിക്കും. വയറിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊളുത്തിപ്പിടുത്തമൊക്കെ സാധാരണമാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റിന് പെയിൻ കൂടുതലായിരിക്കും. നിപ്പിൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നിപ്പിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഡിസ്ചാർജ് വരുന്നതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ സൈസും കൂടുതലായിരിക്കും. അതുപോലെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ക്ഷീണം കൂടുതലായിരിക്കും. വോമിറ്റിംഗ്, ഓർക്കാനം, ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചരിച്ചിലൊക്കെ കൂടുതലായിരിക്കും. എല്ലാവർക്കും ഈ ഒരു സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ചിലർക്കൊക്കെ ചെറിയ രീതിയിലായിരിക്കും ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. അതുപോലെ പലർക്കും വേനൽക്കാലത്തുണ്ടാകുന്ന ചൂട് പോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ നല്ല ചൂടായിരിക്കും അനുഭവപ്പെടുക. അതുപോലെ വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറവുള്ളവരാണെങ്കിൽ ഈ ഒരു 8ാമത്തെ ആഴ്ച മുതൽ അവരുടെ വെയിറ്റ് ചെറിയ രീതിയിൽ കൂടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഗ്യാസിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ചിലരുടെ വയറ് ചെറിയ രീതിയിൽ വലുതായിട്ടുള്ള പോലെ തോന്നാറുണ്ട്. ഇനി നമുക്ക് 8ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 8ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ വാല് അപ്രത്യക്ഷമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു ടൈമിൽ കുഞ്ഞിൻ്റെ രൂപം മനുഷ്യരൂപത്തോട് സാമ്യമായതുകൊണ്ട് തന്നെ എംബ്രിയോയിൽ നിന്നും ഫീറ്റസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു ടൈമിൽ 8ാമത്തെ ആഴ്ചയിൽ നടക്കുന്നത്. ഈ ഒരു ടൈമിൽ കുഞ്ഞിൻ്റെ തലയുടെ വളർച്ച ശരീര വളർച്ചയേക്കാളും കൂടുതലായിരിക്കും. കുഞ്ഞിൻ്റെ ബോൺ, മസിൽസ്, കുടലുകൾ എന്നിവയെല്ലാം കറക്റ്റായിട്ടുള്ള രൂപവൽക്കരണം നടക്കുന്നതാണ്. അതുപോലെ തന്നെ മൂക്ക്, ചുണ്ട്, കൺപോള തുടങ്ങിയവയെല്ലാം വികസിക്കാൻ തുടങ്ങിയിരിക്കും. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഈ ടൈമിൽ കൂടാൻ തുടങ്ങിയിരിക്കും. ഈ ഒരു ടൈമിൽ കുഞ്ഞ് വയറിനകത്ത് മൂവ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ 8ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ സൈസ് എന്ന് പറയുന്നത് റാസ്ബെറിയുടെ അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.6 സെന്റിമീറ്ററും വെയിറ്റ് എന്ന് പറയുന്നത് 1 ഗ്രാമുമാണ് ഉണ്ടാവുക. 8th വീക്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് കുഞ്ഞിനെ കാണാൻ പറ്റുന്നതാണ്. ഗസ്റ്റേഷണൽ സാക്ക് കാണാൻ പറ്റും. കുഞ്ഞിന് ചുറ്റുമായിട്ട് ഫ്ലൂയിഡ് ഫിൽ സ്പേസ് കാണാൻ പറ്റും. യോക്ക് സാക്ക് കാണാൻ പറ്റും. അതുപോലെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനും അതുപോലെ തന്നെ ഗർഭം വളരുന്നത് യൂട്രസിനകത്താണോ എന്നൊക്കെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ഈ ഒരു സ്കാനിങ് സഹായിക്കുന്നതാണ്. കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കാൽഷ്യം, അയൺ, ഫോളിക് ആസിഡ്, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക. മെർക്കുറി കുറഞ്ഞിട്ടുള്ള മത്സ്യങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പാല്, മുട്ട, തൈര്, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ നൽകിയിട്ടുള്ള വൈറ്റമിൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് എടുക്കുക. മൂത്രപ്പഴുപ്പ് പ്രഗ്നൻസിയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. മൂത്രമൊഴിക്കാൻ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത്. അതുപോലെ ഫുൾ കുക്കായിട്ടുള്ള മീറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് ഒഴിവാക്കുക. ധാരാളം മധുരം അടങ്ങിയിട്ടുള്ളതും ഉപ്പ് അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഫുൾ കുക്കാവാത്ത എഗ്ഗ് കഴിക്കുന്നതും മയോണൈസ് കഴിക്കുന്നതും ഒക്കെ ഒഴിവാക്കുക. റെസ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.